ആർക്കും നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ അടിപൊളിയായിട്ട് കേട്ടോ ചിരട്ടയിൽ കണ്ടോ നമ്മളിവിടെ കുറേ നമ്മുടെ സ്പൈഡർ പ്ലാന്റുകൾ അടിപൊളിയായിട്ട് ഹാങ്ങിങ് പോട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സീറോ കോസ്റ്റിൽ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ മറ്റ് പ്ലാന്റുകൾ ഇതേപോലെ ചിരട്ടയിലൊക്കെ നമുക്ക് ചുമ്മാ കുത്തിരിക്കുമ്പം പെട്ടെന്ന് നട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, കാരണം പെട്ടെന്ന് ഐഡിയ അധികം ഇല്ലാത്തവർക്ക് ചിലപ്പം മനസ്സിലാവാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഈ ടിപ്സൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇതേപോലത്തെ അടിപൊളി ഹാങ്ങിങ് പോട്ടുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ നട്ടെടുക്കാനായിട്ട് മറന്നു പോരുതേ. അപ്പോൾ എപ്പോഴും നമ്മൾ മറക്കാറുണ്ട് അല്ലേ, ചാനലിൽ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് തരാനായിട്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ലൈക്ക് തരാൻ പറ്റും. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ എന്നുള്ള ബെല്ലൈക്കൺ ഓൾ ഇട്ടിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നു വരുത്. അപ്പോൾ നമ്മളിവിടെ ഇതേപോലെ ഇന്ന് നട്ടെടുത്താണ് കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അങ്ങോട്ട് പറയാം. ചിരട്ട അതേപോലെ നമ്മൾ എടുത്തിട്ട് പെട്ടെന്ന് ഇതേപോലെ മൂർച്ചയുള്ള ഒരു കത്തിയും കൊണ്ട് ഇതേപോലെ വൃത്തിയാക്കി എടുക്കാം. നിങ്ങൾക്ക് 5-6 ദിവസം ചിരട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് നമുക്കിതേപോലെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് ഉരപ്പേപ്പറൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഉരതി കൊടുത്താൽ നല്ല ഫിനിഷിങ് കൂടിയും കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്കിതിൽ കുറച്ചധികം ഓട്ടകൾ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ചിരട്ടയുടെ ഒരു ഭാഗത്ത് 3 ഓട്ടകളുള്ള ഒരു ഭാഗം ഉണ്ടാവും, മറുഭാഗത്ത് ഒറ്റ ഓട്ടയും ഉണ്ടാവില്ല. ആ ഭാഗത്ത് മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഭാഗം ഒന്ന് കുത്തി പൊട്ടിച്ചാൽ വലിയ ഹോളായിട്ട് കിട്ടും. ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഹോൾ ഇടുന്ന കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഇതേപോലത്തെ ചെറിയ എന്താ പറയുക ആണി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 1.5 ഇഞ്ചിൻ്റെ ആണിയാണ് നമുക്ക് ഇനി തുടർന്നുള്ള സമയത്തും ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചിരട്ടയാണോ ഹാങ്ങിങ് പോട്ടായിട്ട് നേരത്തെ കാണിച്ച പോലെ ചെയ്യാൻ താല്പര്യമെങ്കിൽ അത്രയും ആണികൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിലൊരു ആണി എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു 3 ഹോളുകൾ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോരുത്. സിമ്പിളാണ്. എന്തെങ്കിലും കല്ലെടുത്തിട്ട് ആണി വെച്ചിട്ട് അടിക്കുക, അല്ലെങ്കിൽ ചുറ്റിക ഉണ്ടെങ്കിൽ അത് വെച്ച് അടിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി പ്രകാരം നിങ്ങൾക്ക് ഇതിന് ഓട്ട ഇട്ടെടുക്കാം. അല്ലെങ്കിൽ കൂർപ്പുള്ള കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു കൂർപ്പ് വെച്ചിട്ട് തിരിച്ചു കൊടുത്താലും 3 ഓട്ടകളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോള് ആവശ്യമാണ്. അപ്പോൾ വെള്ളം ഡ്രെയിൻ ഔട്ടായിട്ട് പോകാനൊക്കെ കേട്ടോ. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ആണി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ആണി കുറച്ച് കട്ടി കൂടിയത് മേടിക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചൂണ്ടനൂലാണ്. നമുക്ക് ചെറിയ പൈസയ്ക്ക് നമുക്ക് 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 100 മീറ്ററോ അത്രയൊക്കെ കുറേ കിട്ടുന്നതാണ്. ഞാനിതേപോലെ മേടിച്ചാണ്. കൃത്യമായിട്ട് വില ഓർക്കുന്നില്ല. ഒരുപാട് ഞാനിതേപോലെ ഓരോ ചെടികളും ചെയ്യാൻ വേണ്ടി എടുത്തിട്ടും കുറേ ബാക്കിയുണ്ട്. അപ്പം ഇതേപോലെ നമുക്ക് 12 ഇഞ്ച് നീട്ടത്തിൽ നമ്മൾ മുറിച്ചെടുക്കുക 3 പീസുകൾ. അപ്പം 1 ഫീറ്റ് നീളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു 3 ഇതേപോലത്തെ ചൂണ്ടയുടെ പീസുകൾ വേണം. നമുക്ക് ഈ ഒരു 3 ഹോൾ കൂടി നമുക്ക് ഓരോ ചൂണ്ടനൂല് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഹാങ്ങിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ആ ഒരു 3 പീസും ഒരേ തുമ്പ് ഒരേ രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിടണം. ഈ ഒരു കെട്ടിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പ്ലെയർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് പല്ല് വെച്ചൊക്കെ കടിച്ച് വലിച്ചത് ഓരോ പിന്നെ ആ ഒരു പീസും ഓരോരോ കയറും നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുറുക്കിയെടുക്കണം. ഓക്കെ, അങ്ങനെ ആ മുറുക്കി എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഒരു വള്ളി ചിലപ്പം അഴിഞ്ഞു പോയാൽ ഈ ഒരു ചിരട്ട നിലത്തേക്ക് വീണു പോകും. അതുമ്പോൾ അതേപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് കെട്ടണം. ഈ ഒരു ചൂണ്ടനൂലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉരുക്കിയിട്ടൊക്കെ നിങ്ങൾക്കത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നിങ്ങൾ എന്തായാലും ആ ഒരു കെട്ട് നന്നായിട്ട് മുറുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒരു 1.5 ഇഞ്ചിൻ്റെ കുറച്ച് വണ്ണം കൂടിയ ആണി നമ്മൾ എടുക്കണമെന്ന്. ഈ ഒരു ആണിയായിട്ട് നമ്മൾ ഒന്നുകൂടി നമ്മൾ ഇട്ടെടുക്കുക. ഈ ആണിയായിട്ട് നന്നായിട്ടൊന്ന് ഊരാക്കൊടുക്കൊക്കെ ഇട്ടിട്ട് കെട്ടാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കെട്ടാൻ അറിയുന്നത് അഴിഞ്ഞു പോരാത്ത രീതിയിൽ ഈ ഒരു ആണിയിൽ കെട്ടുക. അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഈ കയറ് വെക്കുക, ഈ ചൂണ്ടനൂല് കെട്ടി ഉറപ്പിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ചൂണ്ടനൂല് ആണി എന്നൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത് അല്ലേ. ഇതിന് വേറെ എന്തേ രീതി പറയുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ചിരട്ട അതേപോലെ എടുക്കുന്നു. ഇതിൻ്റെ നിങ്ങൾക്ക് ഓരോ റോപ്പ് ഇതിൻ്റെ ഉള്ളിൽ ആണി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ചൂണ്ടനൂലും പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതേപോലെ ആണി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് പുറത്തേക്ക് എടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ആദ്യം ഉള്ളിൽ വെച്ചിട്ട് ഈ ഒരു ചൂണ്ടനൂല് 3 ഹോളിൽ കൂടെ പുറത്തേക്ക് എടുക്കാം. ഇല്ല ഇതേപോലെ ഉള്ളിലേക്ക് ആണി വെച്ചതിന് ശേഷം നമുക്ക് ഓരോരോ ഓട്ടയിലേക്ക് ആക്കിയിട്ട് മറ്റ് 2 കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ആ 12 ഇഞ്ചിൻ്റെ പീസുകളും പുറത്തേക്ക് എടുക്കുക. ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ.
അങ്ങനെ നമ്മളിത് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്കിതൊരു ഹാങ്ങിങ് പോട്ടാക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, വെറും സിമ്പിളാണ് നമുക്ക്. അപ്പോൾ അത് തെന്നി പോവുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ തെന്നി പോകുന്ന എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് എനിക്ക് ഇതേപോലെ വന്നിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഗമ്മ് വെച്ചിട്ട് ഈ എല്ലാ ഇതും ഹാങ്ങിങ് പോട്ടായി സെറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സൂപ്പർ ഗ്ലോ അല്ല മറ്റ് ഗമ്മുകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഫാൻസി ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാം. ഇതെന്തായാലും വിട്ടുപോകില്ല എന്നുള്ള ഉറപ്പാണ്. ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് തട്ടിയെങ്കിൽ മാത്രമാണ് ഈ ഒരു ചിരട്ട കമഴ്ന്ന് പോവുള്ളൂ. അപ്പം അങ്ങനെ അടിഭാഗത്തുനിന്ന് മുകളിലേക്ക് തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഏത് പോട്ടായാലും നമുക്ക് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ഇതിന് സംഭവിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഗമ്മിട്ടിട്ട് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത്ര നീട്ടം പോരാ. നമ്മൾ ഈ ഹാങ്ങിങ് പോട്ടായിട്ട് ഇങ്ങനെ അടിയിലേക്ക് തൂക്കി ഒരു ചിരട്ടയും അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലാന്റ് നിൽക്കുന്ന ഒരു സ്ഥലം വെച്ചിട്ട് വേണം ആദ്യം ഒരു പോട്ടുമായിട്ട് നമ്മൾ എവിടെയാണോ ഹാങ്ങിങ് പോട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്ന അത്രയും സ്പേസ് വിട്ടിട്ട് വേണം ഈ ഒരു ചിരട്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കെട്ടിൽ നിന്ന് അടുത്ത ഇവിടെ കെട്ടിൽ നിന്ന് കണ്ടോ ഒരു കയറ് നമ്മൾ ഇതേപോലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഹോളില്ലാത്ത ടൈപ്പ് ആണെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ടൊക്കെ ഒരു കൊത്തു കൊടുത്താൽ അവിടെ ഒരു ഹോളായിട്ട് കിട്ടും. അതിൽ നമുക്ക് പോട്ടി മിക്സ് നിറച്ചിട്ട് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഒരു കയർ കൂടി എക്സ്ട്രാ ഇട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ നീട്ടം കൂട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചിലത് നീട്ടം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇത് ചുരുക്കി ഇല്ലെങ്കിൽ പിന്നെ മുകളിലേക്ക് വെക്കാനും ഒക്കെ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കയർ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നതിലൂടെ സഹായിക്കും. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കണ്ടോ ആണി അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കാരണവശാലും ഒന്നും ആവില്ല. ഇനി നമുക്ക് പോട്ടി മിക്സ് എടുക്കേണ്ടത് വെയിറ്റ് വളരെ കുറഞ്ഞ രീതിയിലുള്ള പോട്ടി മിക്സ് എടുക്കുക. നിങ്ങൾക്കൊരു കാൽ ഭാഗത്തേക്ക് ചകിരിച്ചോറ് എടുക്കാം. ബാക്കി കാൽ ഭാഗത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ചാണകപ്പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാൽ ഭാഗത്തേക്ക് മണ്ണാണ്. പിന്നെ കാൽ ഭാഗത്തേക്ക് നമുക്ക് കരിയില കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇത് എല്ലതും ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഓരോ ചിരട്ടയിലും നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ നിറച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വള്ളി അടിയിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു പോട്ടിൽ പോട്ടി മിക്സ് നിറയ്ക്കാവൂ. അല്ലെങ്കിൽ ഈ പിന്നെ എന്തായി പോവും, ഈ കയറ് ഈ ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ ഉള്ളിലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഉള്ളത് വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലവർക്കൊന്നും ചിലപ്പം കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത്തായിട്ട് വീഡിയോ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി ഇതുവരെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിച്ചാൽ അപ്പോൾ മറുപടി നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ നല്ല പ്ലാന്റുകൾ നടണം അല്ലേ. നിങ്ങൾക്ക് ഇതിൽ പിന്നെ മണി പ്ലാന്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഫിലോഡെൻഡ്രോൺസിൻ്റെ പീസുകൾ കട്ട് ചെയ്തിട്ട് നടാം. ഇതും അല്ലെങ്കിൽ ആന്തൂറിയം പ്ലാന്റ്സ് നമുക്ക് നടാം. ഇപ്പോഴത്തെ ഒരുപാട് പ്ലാന്റുകൾ വരുന്നുണ്ട് അല്ലേ, മിനിയേച്ചർ ടൈപ്പ്. അതിനൊന്നും ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമില്ല. ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതിൻ്റെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതിൻ്റെ തൈകൾ എടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്പൈഡർ പ്ലാന്റിൽ സ്പ്രൗട്ടിൽ ഒരുപാട് ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ സ്പ്രൗട്ടിൽ നിന്നാണ് ഞാൻ ബേബി പ്ലാന്റ് എന്തെടുക്കുന്നത്, ഈ ഒരു സ്പൈഡർ പ്ലാന്റിന് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഏകദേശം ഒരു 5 ഇതേപോലത്തെ ഹാങ്ങിങ് പോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏകദേശം 5ഓളം സ്പ്രൗട്ടുകൾ ഇന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് ഞാനിവിടെ ചിരട്ടയിൽ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ നടാൻ ഇഷ്ടം, ഇനിയിപ്പോൾ മണി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒരു 2 നോഡുകൾ ഇലകൾ വെച്ച് ഉള്ള തൂമ്പുകളോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചിരട്ടയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് ഈ മണി പ്ലാന്റും വളർത്താൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ചധികം പീസുകൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇത് നമുക്ക് ഈ ഒരു ചിരട്ടയുടെ ഈ ഒരു സ്പ്രൗട്ട് നോക്കണ്ടോ, ഒരുപാട് വേരുകൾ വരും കേട്ടോ അതിന് നല്ല. അപ്പോൾ കുറേ കഴിയുമ്പോൾ അത് ചിലപ്പോൾ കുറച്ച് മുരടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുത്ത്. ഇപ്പോൾ ഏകദേശം 2 കൊല്ലം ഇതേപോലെ ആ സ്പ്രൗട്ടിൽ നിന്നു. നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഉഷാറ് കുറഞ്ഞു. അപ്പോൾ എന്തായാലും ഇങ്ങനെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ചിരട്ടയുടെ നടുഭാഗത്തായിട്ട് നമുക്ക് എന്തെങ്കിലും കോലെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യണം, ഒരു അത് വെക്കാനുള്ള കുഴി ഉണ്ടാക്കുക. അത് പറയാൻ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോട്ടി മിക്സ് നമ്മളൊരു പുട്ടുപടി പരുവത്തിലാക്കി എടുക്കണം. എങ്കിലാണ് ഈ ചിരട്ടയിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് അങ്ങോട്ട് മണ്ണ് മാറ്റി വെച്ചാൽ നടുഭാഗത്തുനിന്ന് മാറി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നടാൻ വളരെ എളുപ്പമാണ്. അപ്പം ചെറിയൊരു ഇതാണല്ലോ, പോട്ടാണല്ലോ. അപ്പോൾ അതിൽ നടാൻ എളുപ്പത്തിന് നമ്മൾ ഒരു പുട്ടുപൊടി പരുവത്തിലുള്ള പോട്ടി മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടോ, പെട്ടെന്ന് പടപടപടോടോ നടന്ന് നമുക്ക് നട്ടെടുക്കാം. ഇതിപ്പോൾ വളരാത്ത നമ്മൾ നട്ട ഒരു സമയമായതുകൊണ്ടാണ് വലിയൊരു ഷോ ഇല്ലാത്തത്. ഇതിൽ നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ ഇതിന് നന്നായിട്ട് ഭക്ഷണം കൊടുക്കും.
കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ 10 ദിവസം ആകുമ്പോഴും ചിരട്ടയിൽ മണ്ണ് ലേശം കുറവാണ്. സ്പൈഡർ പ്ലാന്റ് നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് 19-19-19 രാസവളം നിങ്ങൾക്ക് ഒരു കുറച്ച് മേടിച്ച് വെക്കാം, 1/2 കിലോ ഒക്കെ. ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അതിൻ്റെ ഒരു 5-6 മണി മാത്രമേ ഇടാവുള്ളൂ. ഒരു ചെറിയ സ്പൂണ് 10 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ കലക്കേണ്ടത്. അപ്പോൾ ഒരു ചെറിയ സ്പൂണ് 10ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ ഇലയിലൊക്കെ അല്ല ഇതിൻ്റെ തണ്ടിലൊക്കെ ഇതേപോലെ സ്പ്രേ അല്ലാണ്ട് അടിച്ചു കൊടുക്കാം. മണ്ണിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ അത് തിരിക്കുകയും കൂട്ടുകയും ചെയ്താൽ നല്ല സ്പ്രേ ആയിട്ട് കിട്ടും. അത് നമുക്ക് ഇലയിൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് പെടപടേന്നായിട്ട് 10 ദിവസം കൊണ്ട് അടിപൊളി പ്ലാന്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫാസ്റ്റ് റൂട്ടൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇതൊക്കെ ഒന്ന് വളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാങ്ങിങ് പോട്ടിലും ഇന്നാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം. ഇവിടെ കണ്ടോ, ഇതേപോലെ നമുക്ക് ഹുക്ക് ചെയ്യുന്ന ടൈപ്പ് പോട്ട് എടുക്കാനും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അതിനൊക്കെ ഇടവിട്ട് എത്ര പോട്ടാണോ നിങ്ങളിതിൽ സെറ്റ് ചെയ്ത്, ചിരട്ടയിലുള്ള പോട്ടാണോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇടവിട്ട് കൃത്യമായ ഹോൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, ആ ഒരു ഹുക്ക് ഇടുന്ന സ്ഥലത്ത് നമുക്ക് ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കണ്ടോ, ഈ ഒരു വള്ളി നമ്മൾ അടിയിലേക്ക് ആക്കി വെച്ചിരുന്നല്ലോ, നമ്മൾ ഇതിൻ്റെ ആണി കെട്ടി വെച്ചിരുന്ന ആ ഒരു ചൂണ്ടനൂല്, അത് നേരെ 3 എണ്ണം മുകളിലേക്ക് കൃത്യമായി ഡിവൈഡ് ചെയ്തിട്ട് 3ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കത് കിട്ടും. കാരണം 3 ഹോളുള്ളതാണെങ്കിലും മറ്റേതാണെങ്കിലും നമുക്ക് ഈ ഒരു കയറ് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പെട്ടെന്ന് ഇത് മുകളിലേക്ക് എടുക്കാം, അടിഭാഗത്തേക്ക് വെച്ചിരുന്ന ആ ചൂണ്ടനൂല്. അതിനുശേഷം നമുക്ക് ഒരു കാരണവശാലും ഇത് അഴിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും തന്നെയില്ല. നിങ്ങൾക്കിത് പമ്പരം കറക്കുന്ന പോലെ വേണമെങ്കിൽ കറക്കി നോക്കാം, ഇല്ലെങ്കിൽ വലിച്ചു നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ആ റോപ്പ് മുകളിലേക്കാക്കിയിട്ട്, ഇനി കുറച്ചധികം ടിപ്സുകളുണ്ട്, അത് കൂടി ചെയ്ത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ടിപ്സ് വർക്കൗട്ട് ആവില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ചുറ്റുവശം ഒരേപോലെ ഡിവൈഡ് ചെയ്തിട്ട് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നമ്മൾ ചൂണ്ടനൂല് കുറച്ചുകൂടി കെട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ അടിയിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓരോ റോപ്പ് കെട്ടിയിട്ട് എത്രയാണോ അതിൻ്റെ ആദ്യത്തത് ഈ ഒരു പോട്ടിൽ നിന്ന് അടുത്ത ആ ഒരു പ്ലാന്റും ആ ഒരു ചട്ടിയും ആ ഒരു ചിരട്ടയുടെ ചട്ടി അടക്കമുള്ള സ്ഥലം ഈ ഒരു പോട്ടിൽ, ഹാങ്ങിങ് പോട്ടിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ വേണം ആദ്യത്തത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നത്തത് അതിനേക്കാളിക്കും അത്രത്തു കൂടിയും അകലം താഴ്ത്തിയിട്ട് വേണം ഈ ഒരു റോപ്പ് മുറിച്ചെടുക്കാൻ. പിന്നെ അടുത്തത് കെട്ടുമ്പം അത്രയും കൂടിയും താഴ്ത്തി അങ്ങനെ വന്നെങ്കിലാണ് ഇതൊരു റൗണ്ട് ഷേപ്പിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതേപോലെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരേപോലെ വേണമെങ്കിൽ കെട്ടിയിട്ട് നിങ്ങൾക്ക് വയ്ക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണത്തിന് കെട്ടിയിട്ട് ഇതേപോലെ നീട്ടം കുറച്ചും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അടുത്തായിട്ട് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹുക്കിംഗ് ടൈപ്പ് ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു വള്ളി എടുക്കരുത്. ഇതേപോലത്തെ റോപ്പ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ടൈപ്പായിട്ട് അടിഭാഗത്ത് നെറ്റും മുകളിൽ ഇങ്ങനെ അതിൻ്റെ ഒരു വള്ളിയായിട്ട് നിൽക്കുന്ന റോപ്പ് ടൈപ്പ് ഉണ്ടല്ലോ, കയർ ടൈപ്പ്, പ്ലാസ്റ്റിക്കിൻ്റെ കയർ ടൈപ്പ് എടുക്കണം. മറ്റേ ഹുക്ക് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ അത് പൊട്ടിപ്പോകും. കാരണം ഈ ചിരട്ടയുടെ ഇത്രയും വെയിറ്റ് കൂടിയും അതിന് താങ്ങാൻ കഴിയില്ല. വെള്ളമൊക്കെ ഒഴിച്ച് ഈ ഒരു പ്ലാന്റ് വലുതാവുന്ന സമയത്ത് കുറച്ച് ഓവർലോഡ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പോട്ട് മിക്സ് നമ്മൾ മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പോട്ടി മിക്സുകൾ ഉപയോഗിക്കുക. ഈ പറഞ്ഞിട്ടുള്ള വളങ്ങൾ, ചാണകം നമ്മൾ 10 ദിവസം പുളിപ്പിക്കുക, എന്നിട്ട് അത് എടുത്തിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഓരോ 10 ദിവസത്തിലും നിർബന്ധമായിട്ട് നമ്മൾ വളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എങ്കിലാണ് ഇത് കൃത്യമായിട്ട് വളരുള്ളൂ. കാരണം പോട്ടി മിക്സ് കുറവായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വളം ചെയ്തു കൊടുക്കേണ്ടി വരുന്നത്. മണ്ണൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇതിന് പ്രൈമറി, സെക്കൻഡറി, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ചെടിക്ക് കിട്ടും. ഇത് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് നിത്യവും കുറച്ച് സമയം കിട്ടുന്നതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം, അതേപോലെ തന്നെ ഈ ഒരു വളങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ കുറച്ചധികം പോട്ടുകൾ ഉണ്ടെങ്കിൽ വേറെ അധികം പോട്ടുകളുടെ ആവശ്യമില്ല. അതേപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുറഞ്ഞ ഒരു സ്ഥലത്ത് കൂടുതൽ പ്ലാന്റുകൾ, ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒന്നിൽ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് നട്ടു, അടുത്തതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മണി പ്ലാന്റ് നടാം, തൊട്ട് മുകളിലുള്ളതിൽ വേറെ എന്തെങ്കിലും പ്ലാന്റുകൾ നടാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഫിലോഡ്രൻഡോൺ പോലുള്ള പ്ലാന്റുകളൊക്കെ കട്ടിങ്സ് നടാം. എന്തായാലും ഇനി ഒരുപാട് പ്രോ ടിപ്സുകൾ നമ്മളത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇടാൻ മറന്നു പോകരുത്. പ്രോ ടിപ്സുകൾ കൊണ്ട് പെരുമഴ വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ പോകുന്ന പോക്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ കണ്ടന്റ് ഇവിടെ നിർത്തുകയാണ്. ഭയങ്കര മഴയൊക്കെയാണ്. വെള്ളം കയറുന്ന സ്ഥലത്തൊക്കെ ഉള്ളവർ സുരക്ഷിതരായിട്ട് ഇരിക്കണം എന്ന് കൂടി ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. ബൈ ബൈ.